എല്ലാ വിദ്യാർത്ഥികളെയും പ്ലസ് വണ്ണിൻ്റെ ഒന്നാമത് ചാപ്റ്റർ സെറ്റ്സ് അതിൻ്റെ 4ാമത് ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചു നിർത്തിയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത് സബ്സെറ്റ്സ് എന്ന ആശയമാണ്. അതെന്താണെന്ന് ഒരു വട്ടം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എന്താണ് സബ്സെറ്റ്സിൻ്റെ നിർവചനം എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് പറഞ്ഞേക്കാം കേട്ടോ. കൺസിഡർ 2 സെറ്റ്സ് എ ആൻഡ് ബി. എയും ബിയും 2 സെറ്റുകളാണ്. ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. എ എന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ആ എ ബിയുടെ സബ്സെറ്റാണ്. അതിന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ സിമ്പിളിനെ നമ്മൾ വായിക്കുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ്, അതിപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എ എന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഈ എയിലെ എല്ലാ എലമെൻറ്റ്സും എവിടെ വേണം? ബിയിലുണ്ടാവണം. എന്നിട്ട് ഇതിനോട് ചേർന്ന് നമ്മൾ 2 കാര്യം കൂടി പ്രത്യേകമായി പഠിച്ചു. ഒന്ന്, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അതാണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എയുടെ തന്നെ സബ്സെറ്റാണ്. പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ശ്രദ്ധിക്കണേ, എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഈ സെറ്റിൻ്റെ ചില സബ്സെറ്റുകൾ നമുക്കൊന്ന് എഴുതാം. ഈ സെറ്റ് നോക്കിയേ, സെറ്റ് 3 4 5. ഇതിൻ്റെ സബ്സെറ്റാണോ? അതെ. എന്താ കാരണം? ഈ സെറ്റിലെ 3 എലമെൻറ്റ്സും 3ഉം 4ഉം 5ഉം എവിടെ കാണാം? എയിൽ കാണാം. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിനെ നമുക്ക് ഇതിൻ്റെ എന്തെന്ന് പറയാൻ പറ്റൂ? സബ്സെറ്റ് എന്ന് പറയാൻ പറ്റൂ. ഇനി ഞാൻ മറ്റൊരെണ്ണം എഴുതട്ടെ, സെറ്റ് 1 4 5 3. ഇതിൻ്റെ സബ്സെറ്റാണല്ലോ, കാരണം 1ഉം 4ഉം 5ഉം 3ഉം എല്ലാം എയിലുണ്ട്. അപ്പോൾ ഇതും എയുടെ മറ്റൊരു സബ്സെറ്റാണ്. നോക്കിയേ, സെറ്റ് 3 ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതും ഇതിൻ്റെ സബ്സെറ്റാണ്, കാരണം ഈ 3 നമുക്ക് എവിടെയുണ്ട്? എയിലുണ്ട്. അടുത്ത സെറ്റ് 4 5. ഈ 4ഉം ഈ 5ഉം നമുക്ക് ഈ സെറ്റിൽ കാണാം. അതുകൊണ്ട് ഇതും എയുടെ സബ്സെറ്റാണ്. അടുത്തത് എം ടി സെറ്റ്. എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. നൾ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റാണോ? നമ്മൾ മോളിൽ പറഞ്ഞല്ലോ, നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ ഈ നൾ സെറ്റും ഏതിൻ്റെ സബ്സെറ്റാണ്? എയുടെ സബ്സെറ്റാണ്. ഇനി സെറ്റ് 1 2 3 4 5. അതായത് ഈ എ തന്നെയാണ് ഇവിടെ വീണ്ടും എഴുതിയിരിക്കുക. ഇതിൻ്റെ സബ്സെറ്റാണോ? അതെ, കാരണം ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ ഒരു 6 സബ്സെറ്റുകൾ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 6 അല്ല, ഇത് കൂടാതെ ഇതിന് വേറെയും സബ്സെറ്റുകളുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു 6 എണ്ണം മാത്രം ഉദാഹരണമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇനി നോക്കിയേ, സെറ്റ് 1 2 6. ഈ സെറ്റ്, ഈ സെറ്റ് എയുടെ സബ്സെറ്റാണോ? പെട്ടെന്ന് നിങ്ങളതിനൊന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. സെറ്റ് 1 2 6 എയുടെ സബ്സെറ്റാണോ? നമുക്ക് നോക്കാം. 1 അത് എയിലുണ്ട്, 2 അതും എയിലുണ്ട്. പക്ഷേ ഈ 6 എന്ന എലമെൻ്റ് എവിടെയില്ല? എയിലില്ല. അതുകൊണ്ട് ഈ സെറ്റ് 1 2 6 ഉണ്ടല്ലോ, ആ സെറ്റ് എയുടെ എന്തല്ല? സബ്സെറ്റ് അല്ല. എന്താ അല്ലെന്ന് പറയാൻ കാരണം, ഇതിൽ ഈ 6 എന്ന എലമെൻറ്റ് എവിടെയില്ല? എയിലില്ല. സബ്സെറ്റ് ആകണമെങ്കിൽ ആ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടാവണം. ഈ 6 എന്ന എലമെൻറ്റ് എയിലില്ലാത്തത് കൊണ്ട് ഈ സെറ്റ് 1 2 6 ഈ എയുടെ എന്തല്ല? സബ്സെറ്റ് അല്ല. ഇതാണ് സബ്സെറ്റ് എന്ന ആശയം. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇതൊന്ന് നോക്കിയേ നിങ്ങൾ. ഈ ലെറ്റേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. എൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, W സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്, Z സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, Q സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, R സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഈ എന്നിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെയുണ്ട്? Wയിൽ. കാരണം N എന്താ? 1 2 സെറ്റ് 1 2 3 എക്സെട്ര. W സെറ്റ് 0 1 2 3 എക്സെട്ര. അപ്പോൾ എന്നിലെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് എവിടെ കാണാം? Wയിൽ. എന്ന് പറഞ്ഞാൽ N ഈസ് എ സബ്സെറ്റ് ഓഫ് W. അത് കണക്ക് W എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. ഏതൊക്കെ ഹോൾ നമ്പേഴ്സ്? 0 1 2 3 എക്സെട്ര.
ഇസഡ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സാണ്. ഏതൊക്കെ ഇൻറ്റിജേഴ്സ്? എക്സെട്ര -3 -2 -1 0 1 2 3 എക്സെട്ര. അപ്പോഴും നമുക്കറിയാം ഈ ഡബ്ല്യൂവിലെ എല്ലാ എലമെൻറ്റ്സും എവിടെ കാണാം? ഇസഡിൽ. അതേപോലെയാണ് ഇസഡിലെ എല്ലാ എലമെൻറ്റ്സും ക്യൂയിലുണ്ട്, ക്യൂയിലെ എല്ലാ എലമെൻറ്റ്സും ആറിലുണ്ട്. ഈ ഒരു ഓർഡർ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു, സബ്സെറ്റ് ഓഫ് ഇസഡ്, സബ്സെറ്റ് ഓഫ് ക്യൂ, സബ്സെറ്റ് ഓഫ് ആർ. ഈ ഓർഡർ നല്ല പോലെ പഠിച്ച് മനസ്സിൽ വെച്ചേക്കണം. ഇത് നമുക്ക് പല സമയങ്ങളിലും പ്രയോജനപ്പെടുന്നതാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ ഈക്വൽ ടു സെറ്റ് 1 2 സെറ്റ് 3 4 5. ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ. ഈ രണ്ട് സിമ്പിൾ നമ്മൾ കണ്ടത്. ഇതെങ്ങനെ വായിക്കുക? ബിലോങ്സ് ടു അല്ലെങ്കിൽ എലമെൻ്റ് ഓഫ്. ഇതെങ്ങനെ വായിക്കുക? ഈസ് എ സബ്സെറ്റ് ഓഫ്. ഈ രണ്ട് സിമ്പിളിൽ ഏതെങ്കിലും ഒന്ന് ബ്ലാങ്ക് സ്പേസിലിടണം. ക്വസ്റ്റ്യനിലേക്ക് വരുന്ന മുമ്പ് ആദ്യം നമുക്ക് ഈ സെറ്റിനെ ഒന്ന് പരിചയപ്പെടാം. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പറയും 1 2 3 4 5. അല്ല, ഇത് 5 എലമെൻ്റ് ഇല്ല, 4 എണ്ണമേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് പറയാമോ? ആദ്യത്തെ എലമെൻ്റ് ഏതാ? 1. അടുത്ത എലമെൻ്റ് പറ 2. അടുത്ത എലമെൻ്റ് സെറ്റ് 3 4. അല്ല 3 4 അല്ല, ഈ സെറ്റ് 3,4 എന്ന് എഴുതിയിരിക്കുന്നത് ഒരൊറ്റ എലമെൻ്റാണ്, ഒറ്റ എലമെൻ്റാണ്. അടുത്ത എലമെൻ്റ് ഏതാ? 5. അപ്പോൾ ഈ സെറ്റിലെ എലമെൻറ്റ്സ് പറ 1. അടുത്ത എലമെൻ്റ് പറ 2. അടുത്ത എലമെൻ്റ് സെറ്റ് 3 4. അടുത്ത എലമെൻ്റ് 5. അങ്ങനെ ഇത് 4 എലമെൻറ്റ്സ് ആണ്. ഈ രണ്ട് സിമ്പിളിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇത് എലമെൻ്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു, ഇത് ഈസ് എ സബ്സെറ്റ് ഓഫ്. ഇത് എലമെൻറ്റ്, ഇത് സബ്സെറ്റ്. തെറ്റിക്കരുത്, രണ്ടും രണ്ടാണ്. എലമെൻറ്റും സബ്സെറ്റും രണ്ടും രണ്ടാണ്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് 3 4 -A. സെറ്റ് 3 4 എയിലെ എലമെൻ്റ് ആണോ സബ്സെറ്റ് ആണോ? ഇതാണ് ചോദ്യം. ഈ സെറ്റിൻ്റെ സിമ്പിൾ കണ്ടതുകൊണ്ട് സബ്സെറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ സെറ്റിൽ 4 എലമെൻ്റാണ്. ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് 2, തേർഡ് എലമെൻറ്റ് സെറ്റ് 3 4. സെറ്റ് 3 4. അപ്പോൾ ഈ സെറ്റ് 3 4 എയിലെ എന്താണ്? ഈ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത് ബിലോങ്സ് ടു അല്ലെങ്കിൽ എലമെൻ്റ് ഓഫിൻ്റെ സിമ്പിളാണ്. സെറ്റ് 3 4 ബിലോങ്സ് ടു എ. അടുത്ത ചോദ്യം 2 -A. 2 ഈ എയിലെ എന്തായാലും 2ന് സെറ്റില്ല. സെറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സെറ്റ് ആവില്ല. അവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം 2 എയിലെ എലമെൻ്റ് ആണല്ലേ. അപ്പോഴവിടെ ഉപയോഗിക്കേണ്ട സിമ്പിൾ ബിലോങ്സ് ടു. 2 ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ ഓർ 2 ബിലോങ്സ് ടു. ഈ സിമ്പിളിനെ നമുക്ക് രണ്ട് രീതിയിലും വായിക്കാം. എലമെൻ്റ് ഓഫ് എന്നോ ബിലോങ്സ് ടു എന്നൊക്കെ വായിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, സെറ്റ് 2 -A. സെറ്റ് 2 എയുടെ ഡാഷാണ്. ഈ സെറ്റ് 2ൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, 2 മാത്രം. അത് നമുക്ക് എവിടെ കാണാം? ഈ സെറ്റിലുണ്ട്. അപ്പോൾ ഈ സെറ്റ് 2 എന്ന് പറയുന്നത് എയുടെ എന്തായിരിക്കും? സബ്സെറ്റാണ്. അപ്പോഴവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് എ സബ്സെറ്റ് ഓഫ്. ഈ സിമ്പിളാണ് 2 എലമെൻറ്റ്, സെറ്റ് 2 സബ്സെറ്റ്. അടുത്തത് 5 -A. 5 ഈ സെറ്റിലെ ഒരു എലമെൻ്റ് അല്ലേ, ഇത് സെറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ സബ്സെറ്റിൻ്റെ പ്രശ്നം വരത്തില്ല. 5 എയിലെ എന്തായിരിക്കും? എലമെൻ്റ് ആണ്. 5 എലമെൻ്റ് ഓഫ് എ. അടുത്ത സെറ്റ് 3 4 ഇവിടെ കണ്ടോ, ഇത് സെറ്റ് 3 4 എയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഒരു എലമെൻ്റ് എടുത്ത് വീണ്ടും അതിന് സെറ്റ് ഇട്ടു. അപ്പോഴെന്തായി മാറും? സബ്സെറ്റ് ആവത്തില്ലേ? അപ്പോഴവിടെ എന്ത് വരും? സബ്സെറ്റ് ഓഫ് എ. അതാണ് കണ്ടോ, സെറ്റ് 3 4 മാത്രമാണെങ്കിൽ എലമെൻറ്റാണ്. ഒരു എലമെൻറ്റിന് ഒരു സെറ്റിൻ്റെ സിമ്പിളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് മാറും? സബ്സെറ്റിലേക്ക് മാറും. അപ്പോഴവിടുത്തെ സിമ്പിൾ സബ്സെറ്റ് എന്നാണ്. നൾ സെറ്റ് -A. ഇത് നൾ സെറ്റിൻ്റെ സിമ്പിളാണ്. നൂത്തും ചരിച്ചും വരെ ഇടാം കേട്ടോ. ഇത് എയുടെ എന്താണ്? നൾ സെറ്റ് എയിലെ എലമെൻ്റ് അല്ലല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാന്ന് പഠിച്ചില്ലേ. അപ്പോഴും നൾ സെറ്റ് എയുടെ സബ്സെറ്റാണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അടുത്തത് സെറ്റ് 1 2 5 എയുടെ എന്താണ്? സെറ്റാണല്ലോ. 1ഉം 2ഉം 5ഉം എയിലെ എലമെൻറ്റ്സ് ആണോ. 1 എയിലുണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഈ സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? എയ്ക്കകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് എയുടെ എന്തായിരിക്കും? സബ്സെറ്റാണ്, സബ്സെറ്റ് ഓഫ് എ. അടുത്തത് സെറ്റ് 1 2 സെറ്റ് 3 4. ഈ സെറ്റിൽ 3 എലമെൻറ്റാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, സെറ്റ് 3 4 ഉണ്ട്. ഈ 3 എലമെൻ്റ് ഇതിനകത്തുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, സെറ്റ് 3 4. അപ്പോൾ ഈ സെറ്റിലെ 3 എലമെൻറ്റും എയിലെ എലമെൻറ്റ്സ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് എയുടെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും, സബ്സെറ്റ് ഓഫ് എ. ഇങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സെറ്റ് തന്നാൽ അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പഠിക്കാം. റൈറ്റ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഒന്നാമത് ചോദ്യം, സെറ്റ് 1 2. ഈ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റും നമ്മൾ എഴുതണം. നമുക്ക് തുടങ്ങാം. അതിനാദ്യം ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിലെ 1 അത് മാത്രം വെച്ചൊരു സെറ്റ്, സെറ്റ് 1. അടുത്ത ഈ 2 ഉണ്ടല്ലോ, അത് മാത്രം വെച്ചൊരു സെറ്റ്, സെറ്റ് 2. ഇനി ഈ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണല്ലോ, അപ്പോൾ ഈ 1 2 എന്ന സെറ്റ് നമുക്ക് വീണ്ടും എഴുതാം, സെറ്റ് 1 2. ആ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. പിന്നെ എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റായി വരുന്ന മറ്റൊരു സെറ്റ് കൂടിയുണ്ടല്ലോ, നൾ സെറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ സബ്സെറ്റുകൾ. ഇതിനിങ്ങനെ 4 സബ്സെറ്റുകളാണുള്ളത്. 1 മാത്രം ഒരെണ്ണത്തിൽ, പിന്നെ 2, പിന്നെ 1 ഉം 2 ഉം, പിന്നെ നൾ സെറ്റ്. ഓക്കെ, അത് കണക്ക് മറ്റൊരെണ്ണം നമുക്ക് എഴുതി നോക്കാം. സെറ്റ് എ കോമ ബി. ഇതിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. ഈ മുകളിൽ പറഞ്ഞ കണക്ക് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കിയേ. എ മാത്രം സെറ്റ് എ, പിന്നെ ബി മാത്രം സെറ്റ് ബി, പിന്നെ ആ സെറ്റ് അതേ കണക്ക് എഴുതുക, സെറ്റ് എ ബി. അവസാനം എന്തും വേണം? നൾ സെറ്റ്. ഈ നൾ സെറ്റ് എഴുതാൻ വിട്ടുപോലെ കേട്ടോ. നൾ സെറ്റ് എല്ലാത്തിൻ്റെയും കൂടെ എഴുതണേ. നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക്. സെറ്റ് 3. ഈ സെറ്റ് 3ക്ക് ആകെ 2 സബ്സെറ്റേ കാണൂ. ഏതൊക്കെയാണെന്നറിയാമോ? സെറ്റ് 3യിൽ ഒരു എലമെൻ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ അത് തന്നെ അതിൻ്റെ സബ്സെറ്റ്. അപ്പോൾ സെറ്റ് 3 തന്നെ എഴുതണം. പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ എഴുതാറുള്ള നൾ സെറ്റും. ഇതിന് 2 സബ്സെറ്റേ ഉള്ളൂ. സെറ്റ് 3യും നൾ സെറ്റ്. നൾ സെറ്റിന് ഇത് നൾ സെറ്റിൻ്റെ സിമ്പലാണ്, ഇതും നൾ സെറ്റിൻ്റെ സിമ്പലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെറ്റ് 1 2 3. ഇതിൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ പോവാം നമ്മൾ. ആദ്യം ഓരോ എലമെൻ്റ് വെച്ച് എഴുതാം. 1 ഉള്ള സെറ്റ്, സെറ്റ് 1, പിന്നെ 2 മാത്രം, സെറ്റ് 2, പിന്നെ 3 മാത്രം, സെറ്റ് 3. അപ്പോൾ ഓരോ എലമെൻ്റ് എടുത്ത് ഓരോ സെറ്റ് ഫോം ചെയ്തു. ഇനി നമുക്ക് ഈ 2 എലമെൻറ്റ്സ് എടുക്കാം. അപ്പോഴേതാ അടുത്ത സെറ്റ് വരുന്ന 2 എലമെൻ്റ് എടുത്ത് സെറ്റ് പറ, സെറ്റ് 1 2. സെറ്റ് 1 2. അടുത്ത 2 പറ, സെറ്റ് 2 3. ഉണ്ടോ, സെറ്റ് 2 3. അടുത്ത ഈ 1 ഉം 3 ഉം കൂടെ എടുത്ത് അടുത്തത് പറ, സെറ്റ് 1 3. ഇതെഴുതുമ്പോഴേ അബദ്ധം പറ്റല്ലേ. സെറ്റ് 1 2 എഴുതിയട്ടെ, സെറ്റ് 2 1 എഴുതരുത്. എന്താ കാരണം? സെറ്റ് 1 2 സെറ്റ് 2 1 ഒരേ സെറ്റാണ്. കാരണം ക്രമത്തിന് പ്രാധാന്യമില്ല. സെറ്റ് 2 3 എഴുതിയാൽ 3 2 എഴുതരുത്. 1 3 എഴുതിയാൽ 3 1 എഴുതരുത്. കാരണം 1 3 3 1 ഒരേ സെറ്റാണ്. ഓക്കെ, ഇനി അപ്പോഴി ഈ സെറ്റ് അതേപോലെ എഴുതണം. കാരണം ആ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, സെറ്റ് 1 2 3. എന്നിട്ട് ഒരാൾ കൂടി ഉണ്ടല്ലോ, നൾ സെറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ സബ്സെറ്റുകൾ. ഇത് കൃത്യമായിട്ട് കോമയിട്ട് അങ്ങ് എഴുതിയാൽ മതി. സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3, പിന്നെ ഈ 2 സെറ്റ് 1 2 സെറ്റ് 2 3 സെറ്റ് 1 3. പിന്നെ ആ സെറ്റ് അതേപോലെ എഴുതണം, സെറ്റ് 1 2 3, പിന്നെ നൾ സെറ്റും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. സെറ്റ് -1 0 1. ഇത് കണക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യം ഓരോന്ന്, സെറ്റ് -1, പിന്നെ സെറ്റ് 0, പിന്നെ സെറ്റ് 1. ഓരോ എലമെൻ്റ് വെച്ച് 3 എണ്ണം. ഇനി ഈ 2 എണ്ണം, സെറ്റ് -1 0, സെറ്റ് 0 1, സെറ്റ് -1 1. ഇനി ആ സെറ്റ് അതേപോലെ എഴുതണം, സെറ്റ് -1 0 1, പിന്നെ അവസാനം എന്ത്? നൾ സെറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ സബ്സെറ്റുകൾ. ഇതാണ് ഇതിൻ്റെ. ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, പക്ഷേ ഇത് നമ്മളൊരു പ്രത്യേക രീതിയിൽ എഴുതി പോകുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എഴുതുന്നേ ഉള്ളൂ. തിരിച്ചു മറിച്ചൊക്കെ എഴുതാം, പക്ഷേ തെറ്റി വരരുത്. ഇത്രയുമാണ് ഇതിൻ്റെ സബ്സെറ്റുകളെന്ന് പറയുക. ഇനി അടുത്തത് നൾ സെറ്റ്. നൾ സെറ്റിന് ആകെ ഒരൊറ്റ സബ്സെറ്റേ ഉള്ളൂ. അതേതാന്ന് പറയാമോ? നൾ സെറ്റ് മാത്രമാണ്. നൾ സെറ്റിന് ഒരൊറ്റ സബ്സെറ്റ് മാത്രമേ ഉള്ളൂ, അത് നൾ സെറ്റ് മാത്രമാണ്. ഇങ്ങനെയാണ് ഒരു സെറ്റ് നമുക്ക് തന്നാൽ അതിൻ്റെ സബ്സെറ്റുകൾ എഴുതുക. അപ്പോൾ സബ്സെറ്റ് എഴുതാൻ ഇതേപോലെ കോമയിട്ട് എഴുതിയാൽ മതി. ഇനി ഈ സബ്സെറ്റിൻ്റെ എണ്ണം നമുക്ക് നോക്കാം. ഇപ്പം സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 2. എത്ര സബ്സെറ്റ് ഉണ്ട്? എണ്ണിയെ 4. ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട്? സെറ്റിൽ 3. സബ്സെറ്റിൻ്റെ എണ്ണം എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8. കണ്ട, ഇത് ഈ സെറ്റ് എത്ര എലമെൻ്റ് ഉണ്ട്? 1. അപ്പോഴെത്ര സബ്സെറ്റ് വന്നു? 2. എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? 2 ആയപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം 4, 3 ആയപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം 8, 1 ആയപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം 2. 2 4 8
16, 32 അങ്ങനെ പോകുന്നു. അത് 2ൻ്റെ പവറാണ്. 2⁻1 2, 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ ക്യൂബ് 8. ചുരുക്കം പറഞ്ഞാൽ സബ്സെറ്റിൻ്റെ എണ്ണം കാണാൻ 2n എന്ന ഫോമുല നമുക്ക് ഉപയോഗിക്കാം. ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിങ് n എലമെൻറ്റ്സ്. ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റിൻ്റെ എണ്ണമാണ് 2n. 2ൻ്റെ മുകളിലാണ് n. ഇത് വായിക്കുന്നത് 2n എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഈ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 3. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റിൻ്റെ എണ്ണം കാണാൻ ഇവിടെ n-ന് 3 കൊടുത്താലേ 2⁻3 എന്ന് കിട്ടും. എത്ര? 2⁻3 8. അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഫോമുല 2n. അവിടെ n എന്നത് ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇവിടെ തന്നെ നോക്കിയേ, ഈ സെറ്റിൽ ഇപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ട്? 2. അപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം കാണാൻ 2n എഴുതിയിട്ട് n-ന് 2 കൊടുത്താൽ മതി. അപ്പോൾ 2 എന്ന് വരും. എത്ര? 2 4. അപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഫോമുല 2n. അവിടെ n എന്ന് പറയുന്നത് ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിങ് 4 എലമെൻറ്റ്സ്. അർത്ഥം എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിങ് 4 എലമെൻറ്റ്സ്. 4 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകൾ കാണും? നമ്പർ ഓഫ് സബ്സെറ്റ്, സബ്സെറ്റിൻ്റെ എണ്ണം. 4 എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണണം. ഇവിടെ സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോമുല ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, 2n. അപ്പോൾ സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോമുലയാണ് 2n. ഫോമുല എഴുതി. ഇനി n-ന് എന്ത് വില കൊടുക്കണം? n എന്ന് പറയുന്ന എന്താ? ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4. അപ്പോൾ നമ്മൾ n-ന് പകരം ഏത് നമ്പർ കൊടുക്കണം? 4. അപ്പോൾ 2n എന്നുള്ള എന്തായി മാറും? 2⁴. n-ന് 4 കൊടുത്തു, കാരണം ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് n. അപ്പോൾ n-ന് 4 കൊടുക്കുമ്പോൾ 2⁴ വരും. എങ്ങനെയാ 2⁴ കാണുന്നേ? 2-നെ 4 പ്രാവശ്യം ഗുണിക്കുക. 2 × 2 × 2 × 2. ആൻസർ എത്ര കിട്ടും? 16. ഇങ്ങനെയാണ് സബ്സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന പുതിയ ആശയമാണ്. അപ്പോഴെന്താ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്? പ്രോപ്പർ സബ്സെറ്റ്സ്. സബ്സെറ്റുകൾ എന്താ നമ്മൾ കണ്ടു. ഒരു സെറ്റിന് സബ്സെറ്റുകൾ എഴുതാനും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നാണ്. കാര്യം എളുപ്പമാണേ. ഒന്ന് വായിച്ചു നോക്കിയേ. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്. ആൻഡ് ബി നോട്ട് ഈക്വൽ ടു എ. ബി എ ആകാൻ പാടില്ല. അപ്പോഴെന്താ? ബി എയുടെ സബ്സെറ്റാണ്, ബി എ ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബി ഈസ് കാൾഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ബി എയുടെ പ്രോപ്പർ സബ്സെറ്റാണ്. ആൻഡ് എ ഈസ് കാൾഡ് സൂപ്പർ സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സൂപ്പർ സെറ്റാണ്. കാര്യങ്ങൾ വ്യക്തമായി കാണില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുന്നു. ആ സെറ്റിന് കുറേ സബ്സെറ്റുകൾ കാണും എന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ എഴുതാനും പഠിച്ചു കഴിഞ്ഞു. ആ സബ്സെറ്റുകളിൽ ആ സെറ്റ് കൂടി ഉൾപ്പെടും, അറിയാം. കാരണം ആ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ആ സെറ്റ് ഒഴികെയുള്ള ബാക്കി സബ്സെറ്റുകൾ, ആ സബ്സെറ്റുകൾക്ക് വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഒരു സെറ്റിന് ആ സെറ്റ് ഉൾപ്പെടെ കുറേ സബ്സെറ്റുകൾ ഉണ്ടാകും. ആ സെറ്റ് ഒഴികെയുള്ള ബാക്കി സബ്സെറ്റുകളെല്ലാം അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സ് ആണ്. എന്നിട്ട് ആ എ എന്ന സെറ്റിനെ നമ്മൾ എന്തു പേരും വിളിക്കും? സൂപ്പർ സെറ്റ് എന്നും വിളിക്കും. ബിയുടെ സൂപ്പർ സെറ്റാണ് എ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഇത് നോക്കിയേ. സെറ്റ് 1 2 3 ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4. ഈ സെറ്റ് 1 2 3 4-ന് 16 സബ്സെറ്റുകൾ കാണും. അതിൽ ആ സെറ്റ് 1 2 3 4 തന്നെ അതിൻ്റെ സബ്സെറ്റാണ്. അത് പ്രോപ്പർ സബ്സെറ്റ് അല്ല. ബാക്കിയുള്ള 15 എണ്ണവും പ്രോപ്പർ സബ്സെറ്റാണ്. അതിൽ ഒരെണ്ണം മാത്രമാണ് എഴുതിയിരിക്കുന്നത്, സെറ്റ് 1 2 3. ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ്. ഈ പ്രോപ്പർ സബ്സെറ്റ് എഴുതുമ്പോഴേ പ്രോപ്പർ സബ്സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം എയുടെ അംഗങ്ങളുടെ എണ്ണത്തേക്കാൾ ഒന്നെങ്കിലും കുറവായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സെറ്റ് 1 2 3 സെറ്റ് 1 2 3 4-ൻ്റെ എന്താണ്? പ്രോപ്പർ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് 1 2 3 4-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ്. ഈ വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർ സെറ്റ്.
ഇതതിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ് സെറ്റ് 1 2 3. ഈ വലിയ സെറ്റിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുന്നത്? സൂപ്പർ സെറ്റ് എന്ന് വിളിക്കുക. സൂപ്പർ എന്ന വാക്ക് തന്നെ അങ്ങനെയാണല്ലോ, വലുത് എന്നർത്ഥമാണ് അവിടെ വരിക. ഓക്കെ, ഇനി ഒരു പ്രധാന കാര്യം, നൾ സെറ്റ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എവരി നോൺ എംപ്റ്റി സെറ്റ്. ഈ നൾ സെറ്റ് എല്ലാ നോൺ എംപ്റ്റി സെറ്റിൻ്റെയും പ്രോപ്പർ സബ്സെറ്റാണ്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തോണം. നൾ സെറ്റ് എപ്പോഴും ഒരു നോൺ എംപ്റ്റി സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ്. റൈറ്റ് ഓൾ ദ പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1 2. ഈ സെറ്റ് 1 2വിൻ്റെ സബ്സെറ്റ് എഴുതാൻ നമുക്കറിയാം. അതൊക്കെയാ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2 നൾ സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കണം. ഏതാ ഒരെണ്ണം? ആ സെറ്റ് എഴുതണ്ട, കാരണം ആ സെറ്റ് അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ് അല്ല. അപ്പോഴേതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്? സെറ്റ് 1, സെറ്റ് 2 നൾ സെറ്റ്. ഒന്ന് കുറഞ്ഞു. ഏതാണ് ആ കുറഞ്ഞത്? സെറ്റ് 1 2 നമ്മൾ സാധാരണ സബ്സെറ്റ് എഴുതുമ്പോൾ. പക്ഷേ പ്രോപ്പർ സബ്സെറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ ആ സെറ്റ് എഴുതണ്ട, ബാക്കി 3 എണ്ണം എഴുതിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത്, റൈറ്റ് ദ പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് -1 0 1. ഇതിന് തൊട്ട് മുമ്പിൽ നമ്മൾ എഴുതി ഇതിൻ്റെ സബ്സെറ്റുകൾ 8 എണ്ണം ഉണ്ടെന്ന് നമ്മൾ എഴുതി. പക്ഷേ പ്രോപ്പർ സബ്സെറ്റ് എഴുതുമ്പോൾ ആ 8 എണ്ണം നമ്മൾ എഴുതില്ല, ഒരെണ്ണം കുറയ്ക്കും. ഏതാണ് ആ ഒരെണ്ണം? ഈ സെറ്റ് എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാം അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സ്. അപ്പോഴേതൊക്കെയാണ് വരുന്നത്? സെറ്റ് -1, സെറ്റ് 0, സെറ്റ് 1, സെറ്റ് -1 0, സെറ്റ് 0 1, സെറ്റ് -1 1 നൾ സെറ്റ്. ഈ സെറ്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം കാണാൻ ഫോർമുല 2n -1 അല്ലേ? ഒന്ന് കുറയും. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം. എണ്ണത്തിൽ ഒരെണ്ണം കുറവ് വരും. ടോട്ടൽ സബ്സെറ്റിൻ്റെ ഫോർമുല എന്താ? 2n. പ്രോപ്പർ സബ്സെറ്റിൻ്റെ ഫോർമുല കാണാനോ ആ 2n നിന്ന് ഒന്ന് കുറയ്ക്കണം. 2n മൈനസ്, ഈ -1 എന്നിൻ്റെ കൂടെ അല്ല, താഴോട്ടാണ്. 2n -1. ഇതാണ് പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോർമുല. ടോട്ടൽ സബ്സെറ്റ് 2n, പ്രോപ്പർ സബ്സെറ്റ്സ് 2n -1. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിങ് 4 എലമെൻറ്റ്സ്. 4 എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റിന് എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ടാകും? ആദ്യം നമ്മൾ ഫോർമുല എഴുതി. എന്താണ് പ്രോപ്പർ സബ്സെറ്റ്സ് കാണുന്ന ഫോർമുല? 2n -1. അതിൽ എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 4. അപ്പോഴെന്ത് വരും? 2⁴ -1. 2⁴ എത്ര? 16. 16 -1 എത്രയായി മാറും? 15. ഇങ്ങനെയാണ് പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത ആശയമാണ് പവർ സെറ്റ്. ഇതെങ്ങനെ വായിക്കുന്നത്? പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ് എന്ന് പറയാം. ഒരു സെറ്റ് നമുക്ക് തന്നാലേ അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. എല്ലാം ഈ സബ്സെറ്റുകളെല്ലാം എഴുതിയിട്ട് അതിനെ ഒരു സെറ്റിനകത്ത് ഉൾപ്പെടുത്തണം. അങ്ങനെ കിട്ടുന്ന സെറ്റിൻ്റെ പേരാണ് പവർ സെറ്റ്. അതായത് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ എന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റ്, അതിന് വിളിക്കുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? പി ഓഫ് എ, അതായത് പവർ സെറ്റ് ഓഫ് എ. അപ്പോഴെങ്ങനെയാണ് പവർ സെറ്റ് എഴുതുക? ഒരു സെറ്റ് നമുക്ക് തന്നാൽ അതിൻ്റെ എല്ലാ സബ്സെറ്റും എഴുതണം, ഒന്നുപോലും മിസ്സാവരുതേ. എല്ലാ സബ്സെറ്റും എഴുതി കോമയിട്ടിട്ട് വേർതിരിച്ച് അതിനെ ഒരു സെറ്റിനകത്ത് ഉൾപ്പെടുത്തണം. ആ സെറ്റിൻ്റെ പേരാണ് പവർ സെറ്റ്. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. നമുക്കൊരു ഉദാഹരണം എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ എ = സെറ്റ് 1 2. ഈ എയുടെ പവർ സെറ്റാണ് എഴുതേണ്ടത്. എയുടെ പവർ സെറ്റിൻ്റെ സിമ്പൽ എന്താ? പി ഓഫ് എ എന്നാണ് മോളി എഴുതിയിട്ടുണ്ട്. എയുടെ പവർ സെറ്റിൻ്റെ സിമ്പലാണ് പി ഓഫ് എ. എങ്ങനെ? ഇതാണ് പവർ സെറ്റിൻ്റെ സിമ്പൽ. പറ, ഇതിൻ്റെ പവർ സെറ്റ് എങ്ങനെ എഴുതും? ആദ്യം ഇതിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. ഇതിൻ്റെ സബ്സെറ്റ് ഏതൊക്കെ? എല്ലാ സബ്സെറ്റും പറ. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2 നൾ സെറ്റ്. ഇത് 4 എഴുതിയാൽ മാത്രം പോരാ, അതിനെ വീണ്ടും ഒരു സെറ്റിനകത്ത് ഉൾപ്പെടുത്തണം. എന്താ? ഇതേപോലെ കണ്ടോ, ഇതാണ് പി ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ എങ്ങനെ എഴുതുക? ഇതിൻ്റെ 4 സബ്സെറ്റും എഴുതി. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2 നൾ സെറ്റ്.
എന്നിട്ട് കോമയിട്ട് എഴുതിയിട്ട് അതിനെ വീണ്ടും എന്തിനകത്തിട്ടു? ഒരു സെറ്റിനകത്തിട്ടു. ഈ സെറ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. പരീക്ഷയ്ക്ക് പവർ സെറ്റ് എഴുതാൻ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വിടുന്നൊരു അബദ്ധമാണ്. നമ്മളിങ്ങനെ സബ്സെറ്റുകളെല്ലാം എഴുതും, പക്ഷേ അതിനെ ഒരു സെറ്റിനകത്ത് ഉൾപ്പെടുത്താൻ നമ്മൾ മറന്നു പോകും. അതാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അങ്ങനെ സബ്സെറ്റുകൾ കോമയിട്ട് എഴുതിയാൽ മാത്രം പോരാ, അതിനെ ഇതേപോലൊരു സെറ്റിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ എന്തു വിളിക്കുക? പവർ സെറ്റ്. അതിൻ്റെ സിമ്പലാണ് പി ഓഫ് എ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ബി ഈക്വൽ ടു സെറ്റ് 4. ഈ സെറ്റ് 4 ഇതിൻ്റെ പവർ സെറ്റ് ബി ആണേ. അപ്പോൾ ബിയുടെ പവർ സെറ്റിൻ്റെ സിമ്പൽ എന്താ? പി ഓഫ് ബി. ഓക്കെ, ഈ സെറ്റ് 4ന് ആകെ 2 സബ്സെറ്റേ ഉള്ളൂ. അതേതൊക്കെയാ? ആ സെറ്റ് 4ഉം നൾ സെറ്റും. അപ്പോൾ ബിയുടെ പവർ സെറ്റ് പി ഓഫ് ബി എഴുതാൻ ഈ 2 സബ്സെറ്റുകൾ കോമയിട്ട് എഴുതിയിട്ട് അതിനെ ബ്രാക്കറ്റിനകത്ത് ഉൾപ്പെടുത്തി. ഇതാണ്ടേ സെറ്റ് 4 നൾ സെറ്റ്. ഇതാണ് അതിൻ്റെ പവർ സെറ്റ്. ഈ സെറ്റ് ഇടാൻ മറന്നു എഴുതുക കേട്ടോ. സബ്സെറ്റുകൾ കോമയിട്ട് എഴുതിയാൽ മാത്രം പോരാ, അതിന് വീണ്ടും തുടക്കത്തിലും അവസാനത്തിലും സിമ്പിൾ ഇട്ടേക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയും. അടുത്ത സി ഈക്വൽ ടു സെറ്റ് 2 3 4. സിയുടെ പവർ സെറ്റ് ആരാ? പി ഓഫ് സി. പി ഓഫ് സി. അപ്പോഴെങ്ങനെയാ പി ഓഫ് സിയുടെ പവർ സെറ്റ് എഴുതുക? ഇതിൻ്റെ എല്ലാ സബ്സെറ്റും എഴുതണം, എല്ലാം എഴുതണം, ഒന്നുപോലും മിസ്സാവരുത്. സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4, സെറ്റ് 2 3, സെറ്റ് 3 4, സെറ്റ് 2 4, സെറ്റ് 2 3 4 നൾ സെറ്റ്. സബ്സെറ്റൊക്കെ എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത്രയും സബ്സെറ്റുകൾ എഴുതിയ ശേഷം എല്ലാ സബ്സെറ്റും കോമയിട്ട് എഴുതണേ. എന്നിട്ട് അതിനതാണ്ട് ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഇതേപോലെ വീണ്ടും ഒരു സെറ്റിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ ഈ സെറ്റിന് വിളിക്കുന്ന പേരാണ് ഈ സിയുടെ പവർ സെറ്റ് പി ഓഫ് സി. അടുത്ത ചോദ്യത്തിലേക്ക്. റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് നൾ സെറ്റ്. നൾ സെറ്റിൻ്റെ പവർ സെറ്റ് എഴുതണം. ഇവിടെ നൾ സെറ്റിൻ്റെ പവർ സെറ്റ് എഴുതാനേ നൾ സെറ്റിനാകെ ഒരു സബ്സെറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഏതാ നൾ സെറ്റിൻ്റെ സബ്സെറ്റ്? അത് നൾ സെറ്റ് മാത്രം. അപ്പം നൾ സെറ്റിൻ്റെ പവർ സെറ്റ് എഴുതാൻ ആ നൾ സെറ്റിനെ വീണ്ടും ഒരു സെറ്റിൻ്റെ സിമ്പലിന് തട്ടാൽ മതി. ഇതാണ് നൾ സെറ്റിൻ്റെ പവർ സെറ്റ്. നൾ സെറ്റിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റേ ഉള്ളൂ? ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പവർ സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം? യഥാർത്ഥത്തിൽ പവർ സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണമല്ലേ, അല്ലേ? സബ്സെറ്റുകളെല്ലാം കൂടെ ആണല്ലോ നമ്മൾ പവർ സെറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ സബ്സെറ്റുകളുടെ എണ്ണമാണ് പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. സബ്സെറ്റുകളുടെ എണ്ണം കാണുന്ന ഫോമിൽ നമുക്കറിയാമല്ലോ 2n. അപ്പോൾ ഈ പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാനും ഇതേ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എ. പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഫോമുല 2n. സബ്സെറ്റിൻ്റെ എണ്ണം കാണാനും പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാനും ഒരേ ഫോമുലയാണ് 2n. അവിടെ n എന്താ നിങ്ങൾക്കറിയാം. എ എന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് n. അപ്പോൾ പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഫോമുല 2n. അതിൻ്റെ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പറയാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ സെറ്റ് ഹാവിങ് 5 എലമെൻറ്റ്സ്. ഒരു സെറ്റിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് കാണും? സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്ര? 5. നമ്മൾ കാണേണ്ടത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ്. പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നോക്കിയേ. പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഫോമുല പറ 2n. അവിടെ n-ന് നമ്മൾ കൊടുക്കേണ്ട എത്ര? 5. കാരണം സെറ്റിൽ 5 എലമെൻറ്റ്സ് അല്ലേ. അപ്പോഴിവിടെ n-ന് 5 കൊടുത്താൽ 2/5. എത്ര? 2/5 32. 2-നെ 5 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 32 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി പോർഷനുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.